കുറച്ചു നേരം അളച്ച. പരീക്ഷയൊക്കെ നന്നായിട്ട് എഴുതിയോ? തിരക്കിടില്ലേ? ഇനി എന്താ പരിപാടി? തുടർന്ന് പഠിക്കുന്നോ അതോ ഇയാളെ പോലെ ബിസിനസ് ചെയ്യുന്നോ? ഏതായാലും ഇനി പഠിക്കാൻ വയ്യ. പറ്റിയ പോലെ ഗൾഫിലെ മറ്റോ പോയി കുറച്ച് പൈസ ഉണ്ടാക്കണം. എന്തായാലും നിന്റെ ഭാവിയെ കുറിച്ച് നീ തന്നെ വേണം തീരുമാനിക്കാൻ. വാ. ഹലോ ഗോപനിയെ. അല്ലേ, ഞാനാ വിനോദ്. നീ വന്നിട്ട് എന്നെ ഒന്ന് വിളിച്ചില്ലല്ലോ. അത് പോട്ടെ. നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇന്നൊരു പുതിയ പാർട്ടിയുടെ ഡാൻസാ. വൺ മിസ് ലക്ഷ്മി. ഞാൻ ഉടനെ. ഓക്കെ. ആരാ? ഞാനാ. അല്ല, ചേട്ടനോ? അമ്മാവനില്ലേ? ഇല്ല, അച്ഛൻ 2 ദിവസമായി തിരുവനന്തപുരത്ത് പോയിരിക്കുക. അത് വല്ലതും പറ്റിയോ? ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല. എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മാവനെ ഒന്ന് കാണണം. എന്തിനാ അച്ഛനെ കാണുന്നത്? ഏതായാലും പരീക്ഷയ്ക്ക് ഭംഗിയായിട്ട് എഴുതിയിട്ടുണ്ട്. BA ജയിക്കും. അത് കഴിഞ്ഞ് MA ചേരണ്ടേ? കുറച്ച് പുസ്തകങ്ങൾ വാങ്ങിക്കണം. അതിന് കുറച്ച് പൈസ ചോദിക്കാനാ വന്നത്. ഇന്നാൾ അച്ഛൻ ചേട്ടന് പഠിക്കാൻ നിന്ന് കാശിന്റെ എല്ലാം കൂടി കണക്ക് നോക്കാൻ പറഞ്ഞു. 10,013 രൂപ 95 പൈസ. ഞാനായതുകൊണ്ട് 10,000 നിന്നു. ചേട്ടാ, ചേട്ടാ അറിഞ്ഞോ? കല്യാണത്തിന് വേണ്ടി അച്ഛൻ എനിക്കൊരു മാല വാങ്ങിച്ചു. കൊള്ളാം, കൊള്ളാം. വരൂ, കാണിച്ചു തരാം. അയ്യോ വേണ്ട, അമ്മ വന്നിട്ട് ഞാൻ പിന്നെ വരുന്ന്. വേണ്ട, വേണ്ട. അയ്യോ അകത്ത് ഭയങ്കര ഇരുട്ട്. ഞാനും ആരും ഇപ്പൊ വരില്ല. അതാണ് എനിക്ക് ഭയം. വരും ചേട്ടാ. വേണ്ട, അതൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. അതിനു മുമ്പ് നമ്മൾ അടുക്കാൻ പാടില്ല. ഈ ചേട്ടന് ഒരു നാണം. വേണ്ട, വേണ്ട. കല്യാണത്തിന് മുമ്പ് ഞാൻ എന്റെ ചാരിത്രം നശിപ്പിക്കാൻ സമ്മതിക്കില്ല. അതല്ലേ എന്റെ ഏറ്റവും വലിയ സ്വത്ത്. അയ്യോ, അമ്മാവൻ വന്നെത്തി. നീ പരീക്ഷ എഴുതിയില്ലേ? പരീക്ഷ എഴുതിയില്ല. എല്ലാരും എഴുതി, എല്ലാരും എഴുതി. പക്ഷെ നീ മാത്രം എഴുതിയില്ല. ഞാൻ ഒന്ന് ആലോചിക്കട്ടെ. നീ ഒന്നും ആലോചിക്കണ്ട. നിനക്ക് അഥവാ അല്പം മാർക്ക് കുറവുണ്ടെങ്കിൽ തന്നെ പാസ്സാക്കാമല്ലെന്ന് കരുതി ഞാൻ നിന്റെ പേപ്പറും തിരക്കി നടന്നു. അപ്പോഴേ നിന്റെ കള്ളത്തരം മനസ്സിലായത്. നീ പരീക്ഷ എഴുതിയില്ലെന്ന്. എനിക്കറിയാം അമ്മാവൻ പേപ്പറിന്റെ പുറകെ പോകുമെന്ന്. കഷ്ടകാലത്തിന് ആരെങ്കിലും ഒക്കെ കണ്ടുപിടിച്ചിരുന്നെങ്കിൽ ഈ പെൻഷൻ കാലത്ത് അഴി എണ്ണണ്ടേ? അതല്ലേ ഞാൻ പരീക്ഷ എഴുതാതിരുന്ന. അച്ഛ, ഇതെന്നെ കല്യാണം കഴിക്കാതിരിക്കാനുള്ള സൂത്രമാ. ജയിച്ചാലേ കല്യാണം നടത്തൂന്ന് അമ്മാവൻ പറഞ്ഞത്. സാരമില്ല. രൂപ 10,000 ചില്ലുവാനുമാ എനിക്ക് ചിലവായിട്ടുള്ളത്. അപ്പൊ ഞാൻ കാല് മാറുമെന്ന് അമ്മാവൻ വിചാരിച്ചല്ലേ? മാറൂല അമ്മാവാ. അച്ഛാ, വിടല്ലേ അച്ഛാ. ഇതുപോലെ എത്ര പേരെ ഞാൻ പിടിച്ചിരിക്കുന്നു. ഒന്നില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലോടാ. ഞാൻ ആണാണെങ്കിൽ ഇവിടെ കൊണ്ട് തന്നെ നിന്നെ അയ്യോ ചേട്ടാ, ചേട്ടാ. ഗോവൻ ഗൾഫിൽ പോയിട്ട് ഇപ്പൊ 2 വർഷം കഴിഞ്ഞില്ലേ? അതെ അതെ, അവനിപ്പോ കാശുണ്ടാക്കാനുള്ള തിരക്കില. സ്വന്തം കാലിൽ നിൽക്കാറായ സ്ഥിതിക്ക് ഇനി അവനൊരു കല്യാണത്തെ പറ്റി ചിന്തിച്ചുകൂടെ? അക്കാര്യത്തിൽ മാത്രം ഒരച്ഛന്റെ അധികാരം ഉപയോഗിക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഇക്കാലത്ത് നമ്മൾ അതിന് ശ്രമിക്കുന്നതും വിഡ്ഢിത്തമാണ്. പിന്നെ വ്യക്തിപരമായി എന്റെ അഭിപ്രായം ചോദിച്ചാൽ അവൻ തന്റെ മകളെ വിവാഹം കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. നമുക്കങ്ങനെ മനക്കോട്ട കെട്ടാമെന്നല്ലാതെ ഇതൊക്കെ തീരുമാനിക്കുന്ന പിള്ളേരല്ലേ? അത് ശരിയാ. ഏതായാലും ഉടനെ അവൻ ലീവിൽ വരുന്നുണ്ട്. അപ്പൊ ഞാൻ ഇക്കാര്യം സൂചിപ്പിക്കാം. ശരി, വരട്ടെ.